ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ റാഷ. റാഷ മലയുടെ മോളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇത്രയും ഒരുമിച്ചൊക്കെ നടന്നിട്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അവൻ നെഞ്ച് തകർന്ന അവൻ അവൻ കേറി തൂങ്ങി. അവന്റെ അടുത്ത് എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? റാഷ ഹോപ്പ് കൊടുത്ത കേട്ടോ. റാഷ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വാ തുറന്നിരുന്നു എനിക്ക് ഹോപ്പ് തരുന്നില്ല കൊടുത്തത്. എനിക്ക് കാര്യം അറിയോ? തൂങ്ങിച്ചത്ത അവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഹേർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് റാഷ. ഹാപ്പി ന്യൂ ഇയർ. നമ്മളങ്ങനെ 6ാമത്തെ വർഷത്തിലോട്ട് കിടക്കാൻ പോകണല്ലേ? എന്ത് നല്ല ഓർമ്മകളായിരുന്നു പണ്ടൊക്കെ. എടാ നീ 2025 പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ? എന്ത്? നീ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി എനിക്ക് കുറെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. സെൽഫി ആലോചിച്ചോടാ. നീ എന്താ പറഞ്ഞേ? നമ്മൾ വിട്ട കാര്യമില്ല. നീ എന്നെ വാസോട്ടിനെ മാറ്റി നിർത്തിയിട്ട് നീ മാസായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. മാസ് ബീജിലൊക്കെ ഞാൻ അവിടെ മര്യാദക്ക് അത് സോൾവ് ചെയ്തിരുന്നത്. അപ്പൊ നീ അവിടെ ഒരു മെസ്സ് അടിച്ചായിരുന്നു അറിയാ? നീ ഒരു മെസ്സ് അടിച്ചായിരുന്നു. എന്താ മറ്റേ അവള് ഒരുത്തർ താലി കെട്ടുന്നുണ്ടെങ്കിൽ അവളൊരുത്തൊരു തല കുരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എങ്ങനെയായിരുന്നു പറയാൻ കേക്കട്ടെ? യെസ് പറയുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് മാത്രമേ. ഇപ്പൊ പുള്ളിക്കാരി വേറെ കമ്മിറ്റഡ് ആയോ? ഇപ്പൊ പറയുന്നത് നിന്നോട് കൂടിയായിരിക്കും എന്നാണ്. അല്ല വേറെ ജസ്റ്റ് അറിയാൻ വേണ്ടി പുള്ളിക്കാരി കമ്മിറ്റഡ് ആയോ? അല്ല എനിക്ക് അറിയില്ല. ആരാത്? അറിയത്തില്ല. ഇല്ല ഞാൻ ഇന്നലെ പോലെ സന്യാസിയാണ്. ആണല്ലേ? അതെ. ചന്ദ്രൻ അറിയാലോ? ചന്ദ്രൻ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ. അത് എന്നുവരെയാന്ന് അറിയാം. ഈ സന്യാസിക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് വരുന്നിടം വരെ ആ സന്യാസം തുടരും. എന്നിട്ട് അവളെ സെറ്റ് ചെയ്ത് വീണ്ടും മല ഇറങ്ങി വരുന്നീ. നിന്നെ കുറെ കാലമായില്ലേ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്നാ ജസ്റ്റ് അതിന്റെ പേരെന്തായിരുന്നു? പന്നി. റാഷമാൻ. ഞാൻ ഒരു കെട്ടി വെച്ചെടുത്ത പന്നിനെ കൊണ്ടുവരുന്നു. ഓ പറഞ്ഞോ. സുഖല്ലേ? ഓ സുഖാണണ്ണാ. റാഷ കല്യാണം കഴിഞ്ഞോ? അയ്യോ ഇല്ല. ആണോ? റാഷ കമ്മിറ്റഡ് ആയോ? ഇല്ല ഇല്ല ഇല്ല. റാഷ കമ്മിറ്റഡ് ആയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്താ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു ഉണ്ടാക്കുന്നതായിരിക്കും ഇതൊക്കെ? വാസവണ്ണന്റെ അടുത്ത് ഞാൻ ഒന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരാണും പെണ്ണും ഒന്നിച്ച് നടന്നതിന് എന്താ പറയാ? സ്വാഭാവികം ആണല്ലേ? അതെ. ഇത് ഈ സമൂഹം ശരിയല്ല, അതാണ് പ്രശ്നം. സമൂഹം ശരിയല്ല അണ്ണ. പലതും പറഞ്ഞു നടക്കുന്നണ്ണ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട അണ്ണ. അതെ 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 സത്യം. നമുക്കല്ലേ അണ്ണ നമ്മളെ അറിയുള്ളൂ. വേറെ മറ്റാരെക്കാളും കൂടുതൽ നമുക്കല്ലേ നമ്മളെ അറിയുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. മറ്റേ കീരിയില്ലേ, പുള്ളി തൂങ്ങിച്ചത്തു. സമൂഹം പറയണത് കേട്ടു അവൻ. എനിക്കൊന്നും ഇതിൽ ചെയ്യാൻ പറയാനൊന്നുമില്ല. പുള്ളി കയറി ഇന്നലെ തന്നെ തൂങ്ങി. മരണാനന്തര ചടങ്ങുകൾ ഗ്യാങ് ഹൗസിൽ വെച്ചോണ്ടേ ഞങ്ങള് വാർച്ചാറ്റിലിടാം. ചന്ദ്രനാണ്. കേക്കാവോ റാഷിക്ക്? ഇല്ല. ഒരു സെക്കൻഡ്. കേക്കാവോ? ആ കേക്കാം. ആൾക്കാര് പറയുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ആണും ചേർന്ന് നടക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണ്. അല്ല. അയ്യോ ആണും പെണ്ണും. പക്ഷെ നിങ്ങള് തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. ഉടനെ ആകും എന്നല്ലേ അതിനർത്ഥം? അത് പറയാൻ പറ്റില്ല. അതാരാളുടെ പേരെന്താന്ന് പറയുവോ? മാഡി. മാഡി ഏതെങ്കിലും കുടുംബത്തിലുള്ളതാണോ? അതെ. ഏതാണ്? TGA. ഇനി ആ കൊച്ചിന് നമ്മൾ തമ്മിൽ ബന്ധമില്ലെന്ന് അങ്ങോട്ട് പറ. അങ്ങോട്ട് നല്ല പയ്യനായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ കീരി. താങ്ക് യു സോ മച്ച്.
അല്ല നമ്മുടെ കീരിയുടെ കാര്യം വാസണ്ണ ഇത് ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും സംസാരിച്ച കാര്യല്ലാണ് കമ്മിറ്റഡ് ആവാൻ പോവാന്നോ? അയ്യോ അതല്ല പിന്നെ? കീരിയുടെ എന്റെ മാറ്റർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ റാഷ, ചോദിക്ക്. മലയുടെ മോളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇത്രയും ഒരുമിച്ചൊക്കെ നടന്നിട്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അവൻ നെഞ്ച് തകർന്ന അവൻ കേറി തൂങ്ങി വാസണ്ണ അവന്റെ അടുത്ത് എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? റാശ ഹോപ്പ് കൊടുത്ത കേട്ടോ റാശ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വാ തുറന്നായിരുന്നു എനിക്ക് ഹോപ്പ് തരുന്നുണ്ട്. കൊടുത്തത് എനിക്ക് കാര്യം അറിയോ? തൂങ്ങിച്ചത്ത അവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഹേർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് റാഷ. അവര് പറയുക റാശ എന്നൊരു ആളാണ് എന്റെ ഹാർട്ടിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഡോക്ടർ. പക്ഷെ റാശക്ക് എന്താ പറയാനുള്ള അവന്റെ ട്രസ്റ്റ് ഉണ്ടായിരുന്നു റാശ. എങ്ങാനും റാശ ഒരാൾക്ക് താലി കെട്ടാൻ തലകുണിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ മുന്നിലായിരിക്കും എന്നാണ് ചന്ദ്രന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ അലീന ഇപ്പം ചന്ദ്രനെ സിറ്റിയിൽ അവോയ്ഡ് ചെയ്ത് നടക്കുന്നു. അലീന ചന്ദ്രന്റെ അടുത്ത് മിണ്ടണില്ല. ചന്ദ്രൻ മിണ്ടാൻ പോകുമ്പോഴത്തേക്ക് അലീന സിറ്റിയിൽ നിന്ന് ഇറങ്ങി പോവാന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ആവുമ്പം ചന്ദ്രൻ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഫീൽ ചെയ്യും? ഞാൻ വിചാരിക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഓക്കെ, കോംപ്രമൈസ് ചെയ്യാൻ സംസാരിച്ചു എന്നിട്ടും ആൾ അടുക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നും, ഫീൽ ആവത്തില്ലേ? അത് നിങ്ങൾ മറ്റേ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടും ആയതുകൊണ്ട് അങ്ങനെ അല്ലാത്ത ഒരാളെന്ത് ചെയ്യും? ഓക്കെ, അത് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാളെന്ത് ചെയ്യും? അവിഹിതം പിടിച്ചപ്പോ പോലും ഉമ്മ കൊടുത്താണ് സോൾവ് ചെയ്തത്. ആ ചെറുക്കനെ വളർത്തുന്നുണ്ടല്ലേ? അത് നിങ്ങൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയോണ്ട് ഗേൾ ഫ്രണ്ടിന് ബോയ് ഫ്രണ്ടിന് ഉമ്മ കൊടുക്കാലോ. പക്ഷെ ഫ്രണ്ട്സിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കീരിയുടെ കഴിവ് പോലെ ഇരിക്കും. ഇത് കഴിവിന്റെ മാറ്റർ അല്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഇതേപോലെ ആളെടുത്ത് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചെല്ലാൻ നേരത്ത് ഇതേപോലെ ആള് സിറ്റിയിൽ നിന്ന് ഇറങ്ങുവാന്നും പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യുവാ. ഞാൻ സംസാരിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് ആൾ എന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. ഞാൻ എന്ത് ചെയ്യും? അന്ന് ആ സമയത്ത് അത്രയും എന്നെ നന്നായിട്ട് നോക്കിയ ആള് പിന്നൊരു സമയത്ത് ആളുടെ സ്വഭാവം മാറാൻ നേരത്ത് എനിക്കത് സ്വാഭാവികമായിട്ട് എനിക്കത് ഹേർട്ടാവും. അതാണ് സംഭവിച്ചത്. ഞാൻ അത് പറയുകയും ചെയ്തു ആളെടുത്ത്. എന്നിട്ടും സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വാസവനെ ഇഷ്ടപ്പെടുന്ന ഒരാള് നീ ഒരു വാണമായി പോയല്ലോടാ. അത് പറഞ്ഞപ്പോ ആരാ വിളിയാട്ടെ? അപ്പൊ ഇവനൊക്കെ നിന്നെയൊക്കെ പെണ്ണിട്ടിട്ട പോലെ എന്ത് അതിശയമുണ്ട് ആർക്ക്? എനിക്ക് തിരിച്ചു പറയണേ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്നിട്ട് പറഞ്ഞ മിമിക്രി കാണിച്ചു CPR കൊടുത്തപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഇതായെന്ന് പറഞ്ഞു.